റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് നിർത്തി റിലയൻസ്. വിദേശത്തേക്ക് എണ്ണ കയറ്റുമതി ചെയ്യുന്ന റിഫൈനറിയിലേക്ക് റഷ്യൻ ക്രൂഡ് ഓയിൽ എത്തിക്കുന്നതാണ് നിർത്തിയത്. അബ്ദുൾ റഷീദ് ഒരിക്കൽ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അബ്ദുൾ റഷീദ്, റഷ്യൻ എണ്ണ കമ്പനികൾക്ക് മേലുള്ള US ഉപരോധം അത് ഇന്ന് നിലവിൽ വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനമെന്ന് മനസ്സിലാക്കുന്നു. ആര്യ, തീർച്ചയായും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന കമ്പനികൾക്കെതിരെ വലിയ ഉപരോധം ഉണ്ടാകുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ അമേരിക്ക വ്യക്തമാക്കിയിരുന്നു. ഇന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള തീയതിയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ റിലയൻസ് ഇത്തരത്തിലൊരു ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ റിലയൻസ് എത്തിയിരിക്കുകയാണ്. ഈ വിദേശത്തേക്ക് എണ്ണ കയറ്റുമതി ചെയ്യുന്ന റിഫൈനറിയിൽ നിന്നും റഷ്യ ക്രൂഡ് ഓയിൽ എത്തിക്കുന്നതാണ് ഇപ്പോൾ നിർത്തിയിട്ടുള്ളത്. എന്തായാലും ഇനി ഇത് പൂർണ്ണമായും മരവിപ്പിക്കുകയാണ് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് തന്നെയാണ് കമ്പനി എത്തുകയും ചെയ്തിട്ടുള്ളത്. മറ്റു കമ്പനികൾ കൂടി ഇത്തരത്തിൽ അമേരിക്കയുടെ ഉപരോധത്തിന് മേൽ വഴിപ്പെടുമെന്നുള്ള സാഹചര്യം തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ചും ഇന്ത്യക്ക് നേരെ കടുത്ത ഉപരോധവും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ അധിക ചുങ്കമൊക്കെ തന്നെയും ചുമത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രിയും മൗനം പാലിക്കുന്നു എന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ളത്. അമേരിക്കക്കെതിരെ സംസാരിക്കാനോ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങളിൽ ഒരു സമവായത്തിലേക്ക് എത്താനോ ഇതുവരെയും പ്രധാനമന്ത്രിക്ക് സാധിക്കുകയും ചെയ്തിട്ടില്ല. എന്നാലും കൂടുതൽ വിഷയങ്ങളിൽ അമേരിക്കയുടെ ഒരു ഉപരോധവും അതോടൊപ്പം തന്നെ കടുത്ത പ്രതിരോധവും ഇന്ത്യക്ക് മേൽ സംഭവിക്കുമ്പോഴാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും മൗനം പാലിക്കുന്നത് എന്നുള്ളതും ഏറെ നിർണായകമായിട്ടുള്ളത്. എന്തായാലും റഷ്യൻ കമ്പനികൾക്ക് നേരെ ഇത്തരത്തിൽ ഉപരോധം ഏർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ റിലയൻസിൻ്റെ ഭാഗത്തും ഏറെ നിർണായകമായിട്ടുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്.